സഹോദരങ്ങൾ, തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയതും പ്രാധാന്യമേറിയ ഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ഇനി ഏതായാലും ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. ഇതൊരു കേവലമായ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ആധുനിക കാലത്തിൽ പറ്റുന്നത് കേരളം വളരുന്നില്ല എന്ന പരാതിയായിരുന്നു നമ്മുടെ നാട്ടിലുള്ള നല്ലൊരു ഭാഗം ആളുകൾക്കുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ പരാതി ശരിയുമായി. ഇവിടെ നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം വലിയ തോതിൽ തടസ്സപ്പെട്ടു പോയിരുന്നു. നമ്മളൊരു യാത്ര ചെയ്യണമെങ്കിൽ വല്ലാത്ത പ്രയാസം, റോഡുകൾ വളരെ ഇടുങ്ങിയത്. കേരളീയരാണെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിപ്പെടുന്നവരാണ്, ജീവിക്കുന്നവരാണ്. അവർ ജീവിക്കുന്ന സ്ഥലത്ത് നാട്ടിലേക്ക് വരുമ്പോൾ നാടുകളിൽ മാറ്റവുമില്ല. പഴയ അതേ അവസ്ഥ എന്ന് തോന്നുന്നു. ഇതിനായിരുന്നു വലിയ പരാതി. മാത്രമല്ല, കേരളത്തിലെ അഭിമാന സ്തംഭങ്ങളായി കണക്കാക്കിയിരുന്ന വിവിധ മേഖലകൾ തകർന്നു വരും. അതൊന്നും വരെ നന്നാക്കാനാകുമെന്ന പ്രതീക്ഷ പൊതുവെയുണ്ടായില്ല. ഇതെല്ലാം സംഭവിച്ചത് 2011-16 കാലത്താണ്. ഏറ്റവും കടുത്ത തകർച്ച കേരളം നേരിട്ടതായി. ഇപ്പോൾ 10 വർഷം പിന്നിട്ടുള്ളൂ. ഈ 10 വർഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന കാലമാണ്. കാരണം തകർന്നുപോയി എന്ന് കരുതിയ, നടക്കില്ല എന്ന് കരുതിയ മേഖലകളെല്ലാം നല്ല നിരക്കിൽ കൊണ്ടുചെരുക്കപ്പെട്ടിരിക്കുന്നു. നല്ല മാറ്റമുണ്ടായിരുന്നു. ഇത് ഈ 10 വർഷം ലോകത്തെ വികസിത നാടുകളിലെ പല കാര്യങ്ങളുമായും താരതമ്യപ്പെടുത്തിയ അതേ നിലയിലേക്ക് വികസിച്ചുകൊണ്ടിരിച്ചു വരുന്ന നാടാണ് കേരളം എന്ന അവസ്ഥ വന്നത്. ഇവിടെ പ്രശ്നം ഈ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകണോ, അല്ല ഇതിനൊരു ഇടവേള വേണോ? അതാണ് കേരളത്തിൽ ഉയർന്നു വരുന്ന ഗൗരവമായ പ്രശ്നം.
കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിശോധിച്ച് തങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിധി രേഖപ്പെടുന്ന വഴിയാണ് ജനങ്ങൾ തെരഞ്ഞെടുപ്പ് സ്വീകരിച്ചത്. 2021 തെരഞ്ഞെടുപ്പിലെ വിധി അതൊരു വെറും തെരഞ്ഞെടുപ്പ് വിധി മാത്രമായിട്ട് കണക്കാക്കാൻ പറ്റാത്തതാണ്. അതേവരെയുള്ള കേരളത്തിന്റെ ചരിത്രം തിരുത്തിയ വിധിയായിരുന്നു. ആ ചരിത്രം തിരുത്തിയ വിധി ജനങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു ആ അനുഭവം? നമുക്കെല്ലാവർക്കും അറിയാം. അതിനു മുമ്പുള്ള കേരളം 2016 മുമ്പുള്ള കേരളം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അധികാരത്തിലിരിക്കുന്ന മുന്നണി പരാജയപ്പെടും. പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണി അധികാരത്തിൽ മാറി മാറി മുന്നണികൾ വരുന്ന അവസ്ഥ കേരളത്തിലെ അത് പ്രത്യേക തരത്തെ ബാധിച്ചു. 2 മുന്നണികളാണ് ഇവിടെ പ്രധാന. ഒന്ന് LDF, മറ്റൊന്ന് UDF. LDF നാടിനോട് പ്രതിബദ്ധത, ജനക്ഷേമത്തിൽ താല്പര്യം, അതിന്റെ ഭാഗമായ നടപടികൾ, ഭരണത്തിലെത്തിയ നാടിനെ പുരോഗതിയിലേക്ക്, നാടിന്റെ വികസനത്തിൽ നടത്തുന്ന വിവിധ പദ്ധതികൾ നടപ്പാക്കും, ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ വികസനവും ക്ഷേമവും ഒന്നായി നല്ല തരത്തിൽ മുന്നോട്ട് പോകും. അപ്പോൾ അടുത്തപ്പോൾ വികസനമായി. അപ്പോൾ UDF എന്ന മുന്നണിക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയില്ല, ജനക്ഷേമത്തിൽ താല്പര്യമില്ല, നാട്ടിനോട് പ്രതിബദ്ധതയില്ല. തങ്ങളുടെ താല്പര്യത്തിലാണ് പ്രാധാന്യം. അതിന്റെ ഭാഗമായി നിശ്ചിത താല്പര്യങ്ങളുണ്ട്. നാടിന്റെ താല്പര്യത്തെക്കാൾ ജനക്ഷേമത്തെക്കാൾ എല്ലാം ആ നിശ്ചിത താല്പര്യം സംരക്ഷിക്കുന്നതിനാണ് പലപ്പോഴും പ്രവർത്തനം കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായി ഉണ്ടായ അഴിമതി, പ്രതികാരികസ്ഥത എല്ലാം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. നിശ്ചിത താല്പര്യങ്ങളിൽ പറയപ്പെട്ടുകൊണ്ട് നാട് മുന്നോട്ട് പോകാതെ വല്ലാതെ അർത്ഥമെടുക്കുന്നതിനോട് എല്ലാവരുടെയും അനുഭവത്തിലാണ്. ചുരുക്കത്തിൽ LDF എവിടെയാണോ എത്തിച്ചത് അവിടുന്ന് മുന്നോട്ടില്ല, അവിടെ നിന്നു. എന്നാൽ അവിടെയും നിന്നില്ല. ചില മേഖല പുറകോട്ടില്ല, ചിലത് പൂർണ്ണമായി തളർന്നില്ല. നാടിനുള്ള ഒരു പദ്ധതി മേഖലയില്ല. ഇതൊന്നും അതിശയോക്തിയുടെ വേണ്ടിയിട്ടല്ല, എല്ലാം നമ്മുടെ നാട് അനുഭവിച്ചത്. ഇതിന്റെ പാരമ്പര്യ മൂർധന്യദശ അതായിരുന്നു 2011-16. അതനുഭവിച്ച കേരളത്തിലെ ജനങ്ങൾ ഇനി ഇങ്ങനെ ഒരു യുദ്ധകാലം ഉണ്ടാകില്ല എന്ന് തീരുമാനിച്ചു. അതോടൊപ്പം ഈ ദുരിതകാലം പിന്നിട്ടതിനു ശേഷമുള്ള 5 വർഷം, 2016 മുതൽ 2021 വരെ 5 വർഷം നാടിന്റെ ഓരോ മേഖലയിലും ഉണ്ടായ പുരോഗതി അതും ജനങ്ങളുടെ അനുഭവത്തിലുണ്ട്. ഇതാണ് വേണ്ടത്, ഇതാണ് തുടരേണ്ടത്. പഴയ യുദ്ധകാലത്തിലൂടെ വന്നുകൂടാ എന്ന് ജനങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണ് 2021 കേരളത്തിന്റെ ചരിത്രം തിരുത്തിയ വിധി വരിക. ആ വിധി ഏതെങ്കിലും തരത്തിൽ തെറ്റായിപ്പോയോ? അതാണ് സ്വാഭാവികമായി
ഈ തെരഞ്ഞെടുപ്പിൽ പരിശോധിക്കുക. ആ പരിശോധന ഇപ്പോൾ മാത്രമല്ല ജനങ്ങൾ നടത്തുന്നത്. 2021 ശേഷമുള്ള ഓരോ വർഷവും ഓരോ ഘട്ടവും ജനങ്ങൾ അതിന്റെ ഭാഗമായി കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. ആ ഓരോ ഘട്ടവും തങ്ങളുടെ തീരുമാനം ശരിവെച്ചുകൊണ്ടുള്ള വലിയ അഭിമാന ബോധത്തിലാണ് ജനങ്ങൾ എത്തിയിട്ടുള്ളത്. കാരണം ജനങ്ങളുടെയും നാടിന്റെയും പ്രതീക്ഷക്കനുസരിച്ച് നമ്മുടെ നാട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ പാരമ്പര്യമായിരുന്നു കഴിഞ്ഞ നവംബർ 1 കേരളം അധികാരമുക്തമായി എന്ന പ്രസ്താവന. നമ്മുടെ നാട് അധികാരമുക്തമായി എന്ന് കേട്ടപ്പോൾ ലോകം ആശ്ചര്യപ്പെട്ടു. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് എങ്ങനെ അധികാരമുക്തമാകാനായി? എന്താണ് ഇന്ത്യയിലെ പ്രത്യേകത? ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ദരിദ്രരുടെ രാജ്യമാണ്. ലോകത്തെ രാഷ്ട്രങ്ങളിൽ പട്ടിക തയ്യാറാക്കിയ ദാരിദ്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവസാന ഭാഗത്താണ്. നമ്മൾ കഴിഞ്ഞാൽ പിന്നെ ഏതാനും രാഷ്ട്രങ്ങൾ മാത്രമേ ഉള്ളൂ. അത്തരമൊരു രാജ്യത്ത് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന് അധികാരമുക്തമാകാനാകുക? എന്താണ് നമ്മുടെ രാജ്യത്ത് ദരിദ്രർ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ കാരണം? ദരിദ്ര നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് നയത്തിന്റെ ഭാഗമാണ്. നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന BJP ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ആഗോളവൽക്കരണ നയമാണ്. ആ നയം കോർപ്പറേറ്റുകളെയും അതിസമ്പന്നതയുമാണ് സംരക്ഷിക്കുന്നത്. ആ നയത്തിന്റെ ഭാഗമായി പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പികരിക്കുകയാണ്. ദരിദ്രരുടെ എണ്ണം വർദ്ധിക്കുന്നു, ദാരിദ്ര്യത്തിന്റെ മൂർച്ച കൂടുന്നു. അതാണ് നയത്തിന്റെ പ്രത്യേകത. ഈ നയം ഇപ്പോൾ തീവ്രമായി നടപ്പാക്കുന്നത് BJP ഗവൺമെന്റാണ്. BJPയുടെ സ്വന്തം നയം വിലയിരുത്തുന്നത്. ഈ നയം നേരത്തെ നടപ്പാക്കിയത് കോൺഗ്രസ് നരസിംഹറാവുവിന്റെ കാലത്താണ്. കോൺഗ്രസും BJPക്കും ഒരേ നയമാണ്. ആ നയത്തിന്റെ ഭാഗമായി രണ്ടു കൂട്ടും കോർപ്പറേറ്റുകളെയാണ് സഹായിക്കുന്നത്, സംരക്ഷിക്കുന്നത്. ഇതിന്റെ ഒരു പരിണിതമായ രൂപം 2011-16 തന്നെയാണ്. ആ കാലത്താണല്ലോ കേരളം വലിയൊരു തളർന്നുപോയത്. ആ കാലത്ത് അധികാരത്തിലിരുന്ന ഗവൺമെന്റുകൾ 2011-16 കാലത്ത് ഇവിടെ UDF ഗവൺമെന്റ്, കേന്ദ്രത്തിലെ 2 ഗവൺമെന്റ്. ആദ്യത്തത് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, രണ്ടാമത്തത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. ഈ 3 ഗവൺമെന്റുകളും ഒരേ നയം, ആഗോളവൽക്കരണ നയം. അതിന്റെ ഗതിയാണ് നാം അനുഭവിച്ചത്. എന്താണ് LDFന്റെ പ്രത്യേകത? LDF അധികാരത്തിൽ വന്നപ്പോ ഈ നയമല്ല, LDF ഈ നയത്തോട് യോജിപ്പില്ല. ആഗോളവൽക്കരണ നയത്തിന്റെ ഭാഗമായ നടപടികളല്ല, ജനപക്ഷത്താണ്, ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന നടപടികളാണ്. കോർപ്പറേറ്റുകളെയും അതിസമ്പന്നതയും സംരക്ഷിക്കുന്ന നടപടിയല്ല. അതിന്റെ ഭാഗമായി 64,006 കുടുംബങ്ങൾ കേരളത്തിൽ അതിദരിദ്ര കുടുംബങ്ങളാണ് എന്ന് വന്നപ്പോൾ LDF ആലോചിച്ചു, നമുക്ക് എന്തുകൊണ്ട് അവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചുകൂടാ? ആ ആലോചന LDF മാത്രമേ നടത്താൻ കഴിയൂ. ആ ആലോചനയുടെ തുടർപ്രവർത്തനമാണ് ഗവൺമെന്റ് നടത്തിയത്. 64,006 കുടുംബവും അധികാരമുക്തമായപ്പോൾ കേരളം അധികാരമുക്തമായ സംസ്ഥാനമായി എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. ഇതാണ് ഉണ്ടായത്. ഇത് LDF നടക്കുമോ? LDF അല്ലാതെ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ രാജ്യത്ത് എത്ര സംസ്ഥാനങ്ങളുണ്ട്? ഏതെങ്കിലും സംസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചോ? നേരത്തെ ആലോചിക്കണ്ട.
കേരളം ഇതൊരു പ്രഖ്യാപനം നടത്തിയല്ലോ. കേരളത്തിൽ ഈ ഒരു പരിപാടി നടന്നത്